കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. എന്താ രാജാറാം സർ, ഇനി പോസിറ്റീവ് ന്യൂസ്? ശ്രീലക്ഷ്മി മാഡത്തെ പറ്റിച്ച് പണം തട്ടിയെടുക്കുന്നത് ആരാണെന്ന് സർ കണ്ടുപിടിച്ചോ? ഇല്ല സന്ത്ര മാഡം, കൃത്യമായി ആളെ കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. നമ്മളെക്കാൾ ഒരു മുഴം കൂടുതലറിഞ്ഞ് യഥാർത്ഥ വില്ലൻ ഇപ്പോഴും തിരസ്കരണിക്ക് പിന്നിലാണ്. ആൻഡ് ഹി ഈസ് വാച്ചിങ് us. നമ്മൾ പോലും അറിയാതെ നമ്മളെ നിരീക്ഷിക്കുന്നു എന്നർത്ഥം. എന്ന് പറഞ്ഞ ഇന്നും ആ ത്രിവിക്രമൻ തന്നെയാണോ പണം എടുക്കാൻ വന്നത്? സത്യം പറഞ്ഞ ഇനി അയാള് തന്നെയാണോ ഇതിന്റെയൊക്കെ പുറകിലെന്നാ എന്റെ സംശയം. ഏയ്, വന്നത് അയാൾ തന്നെ. പക്ഷേ അയാൾക്ക് ശരിക്കും ഒരു ചികണ്ടിയുടെ വേഷമേ ഉണ്ടാവൂന്ന എന്റെ വിശ്വാസം. പിന്നിൽ നിന്ന് യുദ്ധം ചെയ്യുന്നത് വേറെ ആരോ ആണ്. വേണമെങ്കിൽ കുറച്ചുകൂടി കാത്തുനിന്ന് ഇന്ന് എനിക്കത് കണ്ടുപിടിക്കാമായിരുന്നു. പക്ഷേ ശ്രീലക്ഷ്മി മാഡം അവിടെ നിന്ന് മാറി നിൽക്കണമെന്ന് പറഞ്ഞപ്പോ പിന്നെ എനിക്ക് അവിടെ നിൽക്കാൻ തോന്നിയില്ല. ശരിയാണ്, നമ്മൾ എന്തെങ്കിലും എടുത്തുചാടി ചെയ്താ ആത്യന്തികമായി അത് ബാധിക്കുന്നത് ശ്രീലക്ഷ്മി മാഡത്തെ തന്നെയാ. പാവം രവി സാറിന്റെ കൂടെ ഒരു സന്തോഷമായ ജീവിതത്തിന് വേണ്ടി എന്തെല്ലാം അനുഭവിച്ചു. എന്നിട്ടും വഞ്ചി ഇപ്പോഴും തിരുനക്കര തന്നെയാ. അതാ കഷ്ടം. അന്ധമായ പ്രണയബന്ധത്തിന് അങ്ങനെ ചില കുഴപ്പങ്ങളുണ്ട് സാന്ദ്ര മാഡം. താൻ പ്രണയിക്കുന്ന ആൾക്ക് വേണ്ടി മുന്നും പിന്നും നോക്കാതെ നമ്മൾ പലതും ചെയ്യും. അവസാനം അതൊക്കെ നമുക്ക് തിരിച്ചടിയാവുകയും ചെയ്യും. ശ്രീലക്ഷ്മി മാഡത്തിനും സംഭവിച്ചത് മാത്രമാ. അതാണ് സർ അതിന്റെ ട്രാജഡിയും. കുറച്ച് സമയം കൂടി കൊടുത്തിരുന്നെങ്കിൽ രാഗസുധയുടെ കാര്യത്തില് മാഡം ഒരു പരിഹാരം കണ്ടെത്തിയേനെ. പക്ഷെ അതിനു മുമ്പ് ആ കഥ അവസാനിച്ചു. എല്ലാ സത്യവും അറിയാമായിരുന്നിട്ടും നമുക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. നല്ല വിഷമമുണ്ട് എനിക്കും. ശ്രീലക്ഷ്മി പോയി കഴിഞ്ഞ രവിയുടെ മനോനില എന്നേക്കുമായി താളം തെറ്റുമെന്ന് ഉറപ്പാ. ഇപ്പോ കണ്ടുകൊണ്ട് ഉറങ്ങാനും കണ്ടുകൊണ്ട് എഴുന്നേൽക്കാനും മുന്നിൽ കൺമണി എന്ന പേരിലെങ്കിലും ശ്രീലക്ഷ്മി മാഡം ഉള്ളതുകൊണ്ടാ രവി തളർച്ചയിൽ വീഴാത്തത്. അത് നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ അവന്റെ ലൈഫ് മുഴുവനായും ചേഞ്ച് ആവും. ഒരു നിമിഷത്തെ തോന്നലിൽ അത് ചിലപ്പോ ആത്മഹത്യയുടെ വക്കിൽ വരെ എത്തിയാലും മതി. രാജാറാം സർ, സോറി സാന്ദ്ര മാഡം, അങ്ങനെ സംഭവിക്കുമെന്നല്ല. പക്ഷെ ശ്രീലക്ഷ്മി കുരുക്കഴിക്കാൻ നോക്കിയിടത്തൊക്കെ അത് മുറുകയാണ് ചെയ്തത്. ആ കുരുക്കിൽപ്പെട്ട് രവിക്കും ശ്വാസം മുട്ടുന്നുണ്ട്. മനസ്സിലാകുന്നു സർ. എനിക്കിപ്പോ തോന്നുന്നത് നമ്മൾ ഇനിയും പിന്മാറാൻ പാടില്ല എന്നാണ്. പ്രത്യേകിച്ചും രാജാറാം സർ വിചാരിച്ച ചിലത് നടക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാനെന്ത് വിചാരിക്കാൻ? സാന്ദ്രനോട് എന്താ ഉദ്ദേശിക്കുന്നത്? പറയാം, കഥയൊന്ന് മാറ്റി പിടിച്ചാ മതി. ശ്രീരാമൻ സീതയെ കാട്ടിൽ ഉപേക്ഷിച്ചാൽ ലക്ഷ്മണൻ പോയി തിരിച്ചു കൊണ്ടുവരണം എന്നാണ് എന്റെ അഭിപ്രായം. എങ്ങനെ?
ഞാനൊരു കാര്യം ചോദിച്ചാ സാറ് ദേഷ്യപ്പെടുവോ? ദേഷ്യപ്പെടേണ്ടാണെങ്കിൽ ദേഷ്യപ്പെടും. അതിനൊരു കാരണം ഉണ്ടെങ്കിൽ മാത്രം. ഇപ്പൊ അങ്ങനൊന്നുമില്ല. എന്താ തനിക്ക് ചോദിക്കാനുള്ളത്? മുൻപ് വീട്ടിൽ വെച്ച് ഞാൻ ചോദിച്ചതാ. സാറ് വ്യക്തമായിട്ടൊരു ഉത്തരം തരാത്തതുകൊണ്ടാ ചോദിക്കുന്നത്. മനസ്സിലായില്ല. ഇത്ര പെട്ടെന്ന് എന്നെ പറഞ്ഞു വിടാൻ മാത്രം ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തോ സാറിനോട്? അഥവാ അങ്ങനൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ ഇനി അങ്ങോട്ടും ശ്രീലക്ഷ്മിയായി ജീവിക്കാൻ എന്നെ അനുവദിച്ചൂടെ? കുറച്ചു നാൾ കൂടിയെങ്കിലും. ഇപ്പൊ ഓൾറെഡി കുറച്ചു നാളായില്ലേ? എന്നിട്ട് നമ്മളുടെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടായെന്ന് തനിക്ക് തോന്നുന്നുണ്ടോ? ബേസിക്കലി ഞാൻ രവിചന്ദ്രവർമ്മനും താൻ കൺമണി മാത്രമാണ്. അല്ല സർ, ഞാൻ ശ്രീലക്ഷ്മി. പ്ലീസ്. രൂപം കൊണ്ട് മാത്രമല്ല, സ്വഭാവം കൊണ്ട് പോലും ശ്രീലക്ഷ്മിയാകാൻ കൺമണിക്ക് മാത്രമേ സാധിക്കൂ എന്ന് എനിക്കറിയാം. ഐ അപ്രീഷിയേറ്റ് യുവർ ആക്ടിങ് എൻതൂസിയാസം. പക്ഷേ എനിക്ക് രവിചന്ദ്രവർമ്മനായിട്ട് തന്നെ തുടരാനാണ് ഇഷ്ടം. അതാണ് എൻ്റെ റിയാലിറ്റി. ഇപ്പോ ഞാനത് തിരിച്ചറിയുന്നു എന്ന് മാത്രം. സത്യമായി പറഞ്ഞ പല പ്രാവശ്യം താൻ ശ്രീലക്ഷ്മിയാണെന്ന് തെറ്റിദ്ധരിച്ച് മനസ്സ് കൈവിട്ടു പോയിട്ടുണ്ട് എനിക്ക്. ഇനിയെങ്കിലും അത്തരം ആശയക്കുഴപ്പങ്ങളുടെ കുരുക്കിൽ നിന്ന് പുറത്തു വരണം എന്ന എൻ്റെ തീരുമാനത്തിൽ നിന്നാണ് യാത്ര തുടങ്ങിയത് തന്നെ. ഇനിയും ഞാനിതിൽ നിന്ന് പിന്മാറിയ ശരിയാവില്ല കൺമണി. അനിശ്ചിതത്വത്തോടെ ജീവിക്കുന്നതിനേക്കാൾ ആത്മവിശ്വാസത്തോടെ ഒറ്റയ്ക്ക് ജീവിക്കുന്നതാണ് എനിക്ക് നല്ലത്. ഹലോ, സോമൻ, ഞാൻ ട്രാവൽസിൻ്റെ ആളുകളുണ്ട്. അതെ, കൺമണി, 24 years. കൊണ്ടുവന്നോളൂ, ഞാനിവിടെ നിൽക്കാം. താനിങ്ങനെ ഇമോഷണൽ ആകരുത് പ്ലീസ്. ഇതൊന്നും ഒരു തരത്തിലും കൺമണിയുടെ കുറ്റമല്ല. ശ്രീലക്ഷ്മിയോടൊപ്പം ഞാൻ സ്വപ്നം കണ്ട ജീവിതം കൺമണിയിൽ അടിച്ചേൽപ്പിക്കാൻ നോക്കിയെന്നുള്ളതാണ് സത്യം. മാത്രം എനിക്ക് വേണം. ഇനിയൊരിക്കലും കൺമണി എന്റെ മുന്നിലേക്ക് വരരുത്. അങ്ങനെ വന്ന് എന്റെ ശ്രീലക്ഷ്മി എന്നെ ഓർമ്മിപ്പിക്കരുതെന്നർത്ഥം.
ശ്രീലക്ഷ്മി ഇപ്പോഴും എവിടെയോ ജീവിച്ചിരിപ്പുണ്ടെന്നുള്ള തോന്നലിൽ ഇനി അങ്ങോട്ട് ജീവിക്കാനാണ് എനിക്കിഷ്ടവും എന്റെ തീരുമാനവും. എന്റെ ഏറ്റവും വലിയ പണയം, എന്റെ ഏറ്റവും വലിയ ചിരി, ഏറ്റവും വലിയ ആത്മബന്ധം എല്ലാം ശ്രീലക്ഷ്മിയോടൊപ്പമായിരുന്നു. അവളുടെ സ്ഥാനത്ത് ഒരിക്കലും മറ്റാരെയും പ്രതീക്ഷിക്കില്ല ഞാൻ. കൺമണി പോയി കഴിയുമ്പോ എനിക്ക് ചുറ്റും ഒരു വലിയ ശൂന്യത വരുമെന്ന് എനിക്ക് ഉറപ്പാണ്. പക്ഷേ കാലം കടന്നുപോയി ആ നിശബ്ദത മാറുമ്പോ ശ്രീലക്ഷ്മി എന്നിലേക്ക് തന്നെ മടങ്ങി വരുമെന്ന് ഉറപ്പാണ് എനിക്ക്. ആ ഉറപ്പാണ് എന്റെ വിശ്വാസം. സാർ, ഇനിയൊരു യാത്ര പറിച്ചേണ്ട ആവശ്യമൊന്നുമില്ല. കൺമണിക്ക് ബസ്സിലേക്ക് കയറാം. ഈ ലോകത്തിന്റെ ഏത് കോണിലായാലും സുഖമായിരിക്കണം. എന്റെ പ്രാർത്ഥനകളിൽ എന്നും താനുണ്ടാവും. നല്ലത് മാത്രം വരും. ഓൾ ദി വെരി ബെസ്റ്റ്. ഒന്ന് തിരിച്ചു വരുമോ സർ? വന്നു നിന്ന് പോണ്ടോന്നൊന്ന് പറയൂ. ഇനിയുള്ള ജീവിതം ഒരുമിച്ച് ജീവിച്ച് മരിക്കാം എന്നൊരു വാക്ക്, കൺമണി എന്നുള്ളൊരു പിൻവിളി. കൺമണി, മറന്നുപോയി. സർ, എന്താ തനിക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ? ഒരേ ഒരു തവണ എന്നെ ശ്രീലക്ഷ്മി എന്നൊന്ന് വിളിക്കാവോ? സോറി. നമുക്ക് നമ്മളോട് തന്നെ കള്ളം കാണിക്കണ്ട. You may go now. Goodbye.
ഈ പണം തൽക്കാലം നമുക്ക് ചെലവാക്കണ്ട. അടുത്ത തവണ 1 കോടി വേണം ചോദിക്കാൻ. ആരോട് ചോദിക്കാൻ? ചോദിക്കാനുള്ളവരൊക്കെ പോയില്ലേ? ശ്രീലക്ഷ്മി എവിടെ പോയാലും നമുക്കിത് തുടരാവുന്നതേ ഉള്ളൂ. രീതിയും ശൈലിയും ഒന്ന് മാറ്റിപ്പിടിക്കണം, അത്രേ ഉള്ളൂ. പിന്നെ ഈ ഒരു കാര്യം മറ്റാരും അറിയാതെ നോക്കണമെന്നുള്ളതാ വലിയ കാര്യം. ആരും അറിയാൻ പോകുന്നില്ല. അയ്യോ അയ്യോ രേഖ, ഇടയ്ക്ക് വെക്ക്. രേഖ,